മലപ്പുറം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം ഓർമ്മ വരുന്നത്? ഫുട്ബോളല്ലേ? അതന്നെയാണ്, ഫുട്ബോൾ തന്നെയാണ്. മലപ്പുറം എന്ന് കേട്ടാൽ ഫുട്ബോളിനെ ഓർക്കാത്ത പോലെ ആരും ഉണ്ടാവില്ല. ആ ഒരു ഫുട്ബോളിന്റെ ഭ്രാന്തി ഇക്കും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടുകാർക്കും ഉണ്ട്, നാട്ടുകാർക്കും ഉണ്ട്, ഈ ജില്ല മൊത്തം ഉണ്ട്. അപ്പൊ മലപ്പുറത്തെ പന്തളീൻ്റെ ഒരു കഥ ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പൊ ശരിക്കും കേട്ടോളിട്ടോ. എന്തിനാണ് ഞാനൊക്കെ പന്തളിക്ക് പോയത് എന്നുള്ളൊരു കഥ അല്ലേ അത്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാനും മോനും കൂടെ ഇറങ്ങിട്ടോ. പോണത് എങ്ങനെയാണെന്നോ, നമ്മൾ ഓട്ടോ വിളിച്ചാണ് പോണത്. വീട് വരെ പോവാണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് അരിയും പച്ചരിയൊക്കെ കൊണ്ടുപോവാണ്ട്. അപ്പം എന്തായാലും ഇനി വെക്കേഷനും കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ പോയി നിൽക്കും. ഇവിടെയാണെങ്കിൽ അരി കുറച്ച് കൂടുതലാണ്, പച്ചരിയൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞങ്ങൾ പച്ചരി ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, അതൊക്കെ പൊടിപ്പിച്ച് വെക്കാലോ എന്ന് പറഞ്ഞു. വെക്കേഷൻ ആയാൽ ഞങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കടികളൊക്കെ പലവിധം ഉണ്ടാക്കാലോ എന്നൊക്കെ പറഞ്ഞു. വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഇന്ന വേണ്ട, ഇക്കോലിയും വേണ്ട. ഓൽക്കൊക്കെ അമ്മമ്മേനെയും മേമേനെയും മാമന്മാരൊക്കെ മതി. എനിക്ക് പിന്നെ ഓലെയും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാനും ഹാപ്പി, ഓലും ഹാപ്പി, പെരക്കാരും. നമ്മൾ പിറ്റേ ദിവസമായിട്ടോ. പിറ്റേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇന്നാണ് കേട്ടോ കളി. ഞങ്ങൾ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച അല്ല കളി, ശനിയാഴ്ചയാണ് കളി. അപ്പോൾ അമ്മും അവനിയും പിന്നെ അതുപോലെ തേജുട്ടൻ്റെ ഫ്രണ്ട് ആദ്യമൊക്കെ നമ്മൾ റോക്കിക്കുട്ടനുമായിട്ട് എന്തൊക്കെയോ കളിക്കുകയാണ്. അപ്പോൾ റോക്കീനെയും തേജുവിനെയും വെച്ച് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് അമ്മു. പക്ഷെ ഓനാണെങ്കിൽ നിന്ന് കൊടുക്കണില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് എടുക്കണുണ്ട് രണ്ടാളും കൂടെ. ശരിക്കും കിട്ടണമില്ല. പിന്നെ ഞാൻ കറി വെക്കാനൊന്നുമില്ല, ചിക്കനുണ്ട്. അപ്പോഴേക്ക് ഇവിടെ എത്തിയാൽ പിന്നെ ഒരു മുരിങ്ങ പ്രാന്താണ്. അപ്പോൾ ഞാൻ വേഗം മുരിങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി പോയതാട്ടോ ബാഗിക്ക്. ഇപ്പം നമ്മൾ ചെങ്ങായി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വന്നപ്പോൾ ഇവിടെ മാമനും മകളും കൂടെ കാർട്ടൂണ് കാണുന്നു, തേജുട്ടനും ഇവിടെ കാണുന്നു. അങ്ങനെ നമ്മുടെ പരിപാടിക്ക് പോവാനായി, ഫുട്ബോൾ ഭ്രാന്ത്. അങ്ങനെ നന്ദും കുട്ടനും തേജുട്ടനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങളാണ് പോവാനുള്ളത്. അപ്പം ഞങ്ങളും ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. മറ്റുള്ള ഷൂ ഇടാൻ പോയതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് ടർഫിലേക്കാണ് കേട്ടോ. ഇനി ഞങ്ങൾ തന്നെ ഉള്ളു ലാസ്റ്റ് പോവാനുള്ളത്. അപ്പോൾ തന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫുട്ബോൾ കളിക്കൊക്കെ പോവലുണ്ട് കേട്ടോ, കാണാനൊക്കെ പോവലുണ്ട്. ടർഫിൽ കളി കാണാൻ പോകുന്നത് ആദ്യമായിട്ടാട്ടോ. അപ്പോൾ പിന്നെ അനിയന്മാരും അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ കളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഈ കളി എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ വെറുതെ ഒരു രസത്തിൽ അങ്ങനെ ഉണ്ടായി. അതായത് കല്യാണം കഴിച്ച് പോയ മക്കളെ ഭർത്താക്കന്മാരും തന്താരും ചെറിയ ചെക്കന്മാരും എല്ലാം കളിക്കണ ആൾക്കാരും കളിക്കാത്ത ആൾക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ടീമാണ് കേട്ടോ. 4 ടീമുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ കളി. അവിടെയുള്ള വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കളിയാണ് കേട്ടോ. എൻ്റെ കെട്ടിയവന് പോരാൻ പറ്റിയിട്ടില്ല. ആൾക്ക് ദൂരത്ത് പണി ആയതുകൊണ്ട് പോരാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏട്ടനില്ല കേട്ടോ കളിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞാൻ പോന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടമാവുമായിരുന്നു കേട്ടോ. കാരണം ഇതൊരു കളി എന്നതിലുപരി നല്ലൊരു എന്താ പറയുക, ഒരു ഐക്യം, ഒരു സന്തോഷം, ഒരു നാടിൻ്റെ ഒരുമ അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു ഇതാട്ടോ. കാരണം വേറെ ആരുമില്ല, നമ്മളൊരു വീടിൻ്റെ അടുത്തുള്ളൊരു കുടുംബം പോലെ കഴിയണ എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ആ ഒരു ഗ്രൗണ്ടിൽ കളിക്കുക, അത് കാണാൻ ഞങ്ങളൊക്കെ പോരുക, അതൊരു രസം തന്നെയല്ലേ. ആര് ജയിക്കണ് ആര് തോൽക്കണ് എന്നതിൽ കാര്യമില്ല കേട്ടോ. കാരണം ആര് തോറ്റാലും ജയിച്ചാലും കപ്പ് വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയല്ലേ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. 4 ടീമിനും പുതിയ ജേഴ്സിയൊക്കെ അടുപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ, അടാറ് പരിപാടിയായിരുന്നു കേട്ടോ. അടാറ് പരിപാടി. ഞങ്ങളൊക്കെ ചോറൊക്കെ കൊണ്ടിട്ടാണ് പോകുന്നത്. പക്ഷെ നന്ദും കുട്ടനും ഓരോന്നും ഫുഡ് കഴിക്കാതെ പോന്നിട്ടുള്ളത്. കാരണം ഫുഡ് കഴിച്ചാൽ കളിക്കാൻ കഴിയൂല. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാതെ പോന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പന്തളിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഞങ്ങൾ ഈ പന്തളി വ്ളോഗ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ് ചെയ്യുക, കമൻ്റൊക്കെ ഒന്ന് ചെയ്യുക, ഒക്കെ ചെയ്തുകൊണ്ടു.
അപ്പം തന്നെ തേജുട്ടനും അവനിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ കുറച്ച് പൊതിയൊക്കെ കൊണ്ടുപോകുന്നു. ഇവിടെ എത്തിയാൽ പിന്നെ സ്വൈലം തരൂല. അപ്പം പിന്നെ പൊതിയൊക്കെ കൊണ്ടുപോകുന്നു, അതൊക്കെ തിന്നിരിക്കണ പണിയാണ് കേട്ടോ. കളി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തുന്നത് പുലർച്ചെ 3 മണി 3:30 ആകുമ്പോഴാട്ടോ ഞങ്ങൾ വീട്ടിലെത്തുന്നത്. അപ്പം ഞങ്ങൾ പ്രാന്തിൻ്റെ ആ പവർ വെക്കണം. തേജുട്ടനൊക്കെ ഒരു 2:30 ആയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവനും ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. ഞങ്ങളെന്തായാലും ഉറങ്ങിയിട്ടില്ലല്ലോ, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി വീട്ടിലെത്തുന്നത് 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും എത്തിയപ്പോൾ. കൂടുതൽ ആളുകളൊന്നും വന്നിട്ടില്ല കേട്ടോ കാണാൻ. നാട്ടിലത്തെ അമ്മമാരും കുട്ടികളൊന്നും. ഞങ്ങളൊക്കെ പോന്നിട്ടുണ്ട്. അല്ല പിന്നെ ഞങ്ങൾ പിന്നെ ഇല്ലാത്ത കച്ചവടമല്ലല്ലോ. അപ്പോൾ ഒരുവിധം അമ്മമാരൊക്കെ പോന്നിട്ടുണ്ട്, കുട്ടികളും മക്കളൊക്കെ കൊണ്ട് പോന്നിട്ടുണ്ട് കാണാൻ. അപ്പോൾ അപ്പോഴാണ് തേജുട്ടന് കളീൻ്റെ ഇടയിലാണ് മൂത്രമൊഴിക്കാണ്ട് കയറണത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി ഒന്ന് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് ഉള്ള നിപ്പാണ്. അപ്പോൾ ഓൻ പറഞ്ഞു, അമ്മ കയറണ്ട, ഞാൻ തന്നെ കയറിക്കൊണ്ട് പറഞ്ഞു. ഇവൻ ഒറ്റയ്ക്ക് കയറി ഒഴിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മളെ കളികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ ആ ടർഫിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കപ്പിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് എല്ലാവരും തളർന്ന് കുഴങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സമ്മാനം കൊടുക്കാൻ, അതായത് കപ്പൊക്കെ കൊടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. ബെസ്റ്റ് ഗോളിക്കുള്ള കപ്പ് കൊടുത്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആൾക്കുള്ള ട്രോഫി കൊടുത്തു. ഇത് പിന്നെ നമ്മുടെ അനിയൻ കേട്ടോ, നന്ദു. ഓനാണ് ബെസ്റ്റ് സ്റ്റോപ്പറോ ബാക്കറോ എന്താണത് എനിക്കറിയില്ല. എന്തായാലും ബാക്കാണ്, അങ്ങനത്തേക്ക് തോന്നുന്നു. അപ്പോൾ ഇവനൊക്കെ പിന്നെ കളിക്കാൻ പോണ ആൾക്കാരാണ്. അപ്പോൾ ഓന് കൊടുത്തു. പിന്നെ അങ്ങനെ കുറേ കൊടുക്കുന്നുണ്ട് ടീമുകൾക്ക് സമ്മാനം. അപ്പോൾ അതൊന്നും പറയാൻ എനിക്കറിയണില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും പറയണില്ല. അങ്ങനെ സെക്കൻഡ് സ്ഥാനം ഈ ഒരു റെഡ് ടീമിനാട്ടോ കിട്ടിയത്. അപ്പം അത് കൊടുക്കണത് എൻ്റെ വലിയ അനിയനാട്ടോ കൊടുക്കണത്. ആ ട്രോഫി ആ ഒരു ടീമിനുള്ള കപ്പ്. വലിയ അനിയനൊക്കെ തോറ്റിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് അടിച്ചത് ഈ ഒരു ടീമിനാട്ടോ, ഈ ഒരു പച്ച ടീമിന്. അപ്പം അങ്ങനെ ഓൽക്കുള്ള വലിയൊരു കപ്പും കൂടെ കൊടുത്തു. പിന്നെ അതിന് ശേഷം എല്ലാവരും പിന്നെ വീട്ടിലേക്ക് പോന്നു.